വൈ മലയാളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം, വന്ദനം, സ്വാഗതം. ഞാൻ ഗോമതി ഗോപാലകൃഷ്ണൻ, റാവുത്തർ ബോർഡർ ബൊറോട്ട കട, പിന്നെ രാജ്കിരൺ ലുങ്കികൾ അവതരിപ്പിക്കുന്ന അതൊക്കെ കഴിഞ്ഞ മാസതാ. ഈ മാസം സ്പോൺസറെ മാറ്റി. അങ്ങോട്ട് നോക്കൂ. ഒരു മിനിറ്റ്, ഇത് തെളിച്ച് പറയൂ. പോപ്പുലർ പപ്പടം, ഷീൻലാഗ് പെയിന്റ്സ്, പിന്നെ MCR ഷർട്ടും മുണ്ടും അവതരിപ്പിക്കുന്ന പറയുന്നതെല്ലാം സത്യം എന്ന ഈ പരിപാടിയിലൂടെ നിങ്ങളെ എല്ലാവരെയും കണ്ടതിൽ വളരെ വളരെ സന്തോഷം. ഈ സമൂഹത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ പോലും എന്തെങ്കിലും ഒന്ന് ഞോണ്ടി എടുത്തോണ്ട് വന്ന് തീർത്തു വെക്കുന്നതാണ് ഞങ്ങളുടെ കഴിവ്. എന്ത് വൃത്തികേടായത് എന്ന് വിചാരിക്കുന്നത് പോലെയുള്ള പല പ്രശ്നങ്ങൾ ഈ പരിപാടിയിലൂടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഇന്ന് വളരെ സീരിയസ് ആയ ഒരു പ്രശ്നം നമ്മളെ തേടി വന്നിട്ടുണ്ട്. നമ്മളൊരു പ്രശ്നത്തെ തേടി പോയാൽ തന്നെ അത് പിച്ചി പറിച്ചെടുക്കും. നമ്മളെ തേടി ഒരു പ്രശ്നം വന്നാ നമ്മൾ വെറുതെ വിടുവോ? വരൂ, പരിഹാരം കണ്ടെത്താം. മോനെ, നിന്റെ പേരെന്താന്ന് പറയ്. കുമാർ. എന്ത് കിഴങ്ങായത് പേര് ചോദിച്ചെനിക്ക്. ഡീസന്റ് ആയിട്ട് ബട്ടൺസ് ഒക്കെ ഇട്, വേഗാവട്ടെ. ഇത് അന്ന് തന്നെ അവനോട് പറഞ്ഞതാ. ചേച്ചിന് മുന്നിൽ പറഞ്ഞേട്ടോ. തുടക്കത്തിൽ തന്നെ പ്രശ്നം മിണ്ടിപ്പോരുത്, കൊന്നുകളയുന്നു ഞാൻ. മോനെ, ആരാടാ നീ? ഞാൻ ബാലാജി, കുമാറിന്റെ പേരപ്പൻ. പേരപ്പനോ? നോക്കിയേ, അവരുടെ കഥയൊക്കെ നമുക്കെന്തിനാ? ചേച്ചി, ഞാൻ ചുമ്മാ പറഞ്ഞാണ്, സോറി. ഇതാ നിന്റെ പ്രശ്നം. മെയിൻ കഥയിലേക്ക് വാ. ഓക്കെ സർ, നിങ്ങളുടെ പേരെന്താ സർ? മൈ നെയിം ഇസ് മൈക്കിൾ ആശീർവാദം. ഓക്കെ സർ. എന്റെ പേര് മൈക്കിൾ ആശീർവാദമാ. ഇതന്നല്ലേ ഇപ്പൊ പറഞ്ഞത്? കുട്ടി കുട്ടി, ഇങ്ങോട്ട് നോക്ക്. കുട്ടിയുടെ പേരെന്താ? ഞാൻ കുട്ടിയല്ല, എന്റെ പേര് നാൻസി. ഞാൻ MBA ഫൈനൽ ഇയറിനാ പഠിക്കുന്നത്. കുമാരേ. അതെ ചേച്ചി, നാൻസി എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. അവൾക്കും എന്നെ ചെറുപ്പം തൊട്ടേ അറിയാം. സത്യമാണോ അല്ലയോ നമ്മളോട്? സത്യമാണോ മോളെ? സത്യവാ. ഓക്കെ. നാൻസി വളരെ സിൻസിയർ ആയിട്ട് എന്നെ പ്രണയിക്കുന്നത്. എന്റെ ഫ്രണ്ട് എനിക്ക് എല്ലാ ഹെൽപ്പും ചെയ്യുന്നത്. കുട്ടിക്കാലം മുതൽ എനിക്ക് ജോബ്, പ്രൊഫഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ചേച്ചി. മൂന്നും ഒന്നാണ്. ഒരു വലിയൊരു സംസാരിക്കുമ്പോ ഇങ്ങനെയാണോ ഇടയ്ക്ക്? അയ്യോ സാർ, വരാം സാർ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം. പറഞ്ഞു. ഇവരെ തമ്മിൽ പ്രണയിപ്പിക്കായിരുന്നു കുട്ടിക്കാലം മുതൽ ഞാൻ ചെയ്തിരുന്ന ജോലി. എന്റെ വിഷമങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ വേണ്ട, ഇപ്പൊ വൃത്തിയായിട്ട കഥ വേണ്ട. ഇപ്പൊ ഈ വൃത്തിയായിട്ട കഥ എന്താന്ന് കേൾക്കാം. എന്റെ ലവ് സ്റ്റോറി വിഷമിക്കണ്ടാക്കും, നമുക്ക് എഡിറ്റ് ചെയ്ത് കഥ പറഞ്ഞു. എന്താ സീരിയസ് കഥ? അത് മാത്രല്ല ചേച്ചി, നാൻസി എന്നെ സിൻസിയർ ആയിട്ട് പ്രണയിക്കുന്നുണ്ട്. വേണമെങ്കിൽ അവളോട് ചോദിച്ചു. സത്യമാണോ മോളെ? ചേച്ചിക്ക് അറിയോ, അവൾക്ക് വേണ്ടി ഒരു ക്രിസ്ത്യൻ ആയിട്ട് മറുപടി റെഡി ചെയ്ത ആൽബർട്ട് എന്നൊരു പേര് മാറ്റിയത്. ഞാൻ എന്റെ പേര് മാറ്റി. സത്യമാണോ ഇല്ലയോ ചോദിച്ചു. എപ്പോഴും എന്നോട് സത്യമാണോ ചോദിക്കുന്നത്? ഇനി ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടല്ലോ മാഡം, അവൻ പറയുന്നൊക്കെ സത്യമാണ്. അയ്യോ മോളെ, പരിഹാരം കണ്ടെത്താൻ വന്ന നീ ആ കഥ പറയരുത്. പരിഹാരം പറയാൻ പോന്ന ഞാനേ ആ കഥ പറയാൻ. നീ പറഞ്ഞു ജനങ്ങൾ ബോറടിച്ചു പോയിരിക്കാ. നീർക്കോലി ഒലിപ്പീര് തുടങ്ങിയല്ലോ. ചെറുക്കൻ നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാ. അതെന്നാ കുമാർ മനസ്സിനകത്ത് ദുഃഖം നിറച്ചു വെച്ചിരിക്ക. മെല്ലെ ഒന്ന് ടാപ്പ് ചെയ്താ പൊട്ടി പുറത്തേക്ക് വരും. ചേച്ചി, കുമാരേ, നിന്റെ ഹൃദയത്തിൽ എന്തുമാത്രം വേദനകൾ തേക്കി വെച്ചിരിക്കുക. അത് നിന്റെ കണ്ണിലൂടെ വന്ന് അലയായിട്ട് അടിക്കാ മോനെ. വേദനകളൊക്കെ പറഞ്ഞോ മോനെ. ചേച്ചി, ഒരു ദിവസം നാൻസി വിളിച്ചോണ്ട് അവളുടെ അച്ഛനടുത്ത് പെണ്ണു വയ്ക്കാൻ പോയതാ. അപ്പൊ അയാളെന്നെ ക്രിസ്ത്യനായിട്ട് മാറാൻ പറഞ്ഞു. ഞാൻ മാത്രം മാറിയ പോരത്തെ, എന്റെ അച്ഛൻ, അമ്മ, മുത്തശ്ശി, അനിയത്തി എല്ലാരും മാറണമെന്നാ പറയുന്നേ. അയാളാണ് പറഞ്ഞു. ചേച്ചി ചോദിക്ക്. അല്ല, നീ ഇപ്പൊ എന്തിനാ കരയുന്നേ? താനല്ലേടാ പറഞ്ഞ 10 മിനിറ്റിലൊരിക്കൽ കരയണമെന്ന്. നീ കരയുന്നതെല്ലാം മൊത്തമായിട്ട് ഞാൻ പിന്നെ എടുത്തോളാം. ഇപ്പൊ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യും. തന്റെ ഇഷ്ടത്തിന്. ഹലോ സാർ, വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ? ആദ്യം എന്താ അവൻ കരഞ്ഞു, പിന്നെ ഇവൻ കരഞ്ഞു, ഇപ്പൊ നിങ്ങൾ കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇതിന്റെ ടൈറ്റിൽ നിങ്ങൾ മാറ്റിക്കോളൂ, കരയുന്ന ഷോ എന്ന് പറഞ്ഞ്. നിങ്ങൾ 3 പേരെ ചേർന്ന് കരഞ്ഞ് തീർക്കോ. എനിക്ക് കുറച്ച് പണിയുണ്ടോ, ഞാൻ പോയിട്ട് വരാം. സാർ, നിങ്ങൾക്ക് BP ഉണ്ടോ സാറേ? BP, ഷുഗർ, കൊളസ്ട്രോൾ, ബുദ്ധി ഒന്നുമില്ല. ഉണ്ടെങ്കിൽ ഈ ഷോയിൽ ഞാൻ പങ്കെടുക്കാൻ വന്നിട്ടുണ്ടാവോ? തന്റെ സത്യസന്ധത എനിക്ക് ഇഷ്ടമായി. സാർ പറയൂ സാർ, നിങ്ങളുടെ വയസ്സ് എത്രയാ? ഐ എം 55. ഓക്കെ സാർ, എനിക്ക് 55 വയസ്സായി. സാർ നോക്കൂ സാർ, ഇതൊട്ടും ശരിയല്ല. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, പെട്ടെന്ന് മലയാളം പറയുന്നു. either you want to talk in മലയാളം, മലയാളത്തിൽ പറയണമെങ്കിൽ മലയാളത്തിൽ പറഞ്ഞോളൂ. ഇഫ് യു വാണ്ട് ടു ടോക്ക് ഇൻ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞോളൂ. യു ആർ ടോക്കിംഗ് ഇൻ ഇംഗ്ലീഷിൽ പറയുന്നു. യു ആർ ടോക്കിംഗ് ഇൻ മലയാളം, മലയാളത്തിൽ പറയുന്നു. ഇതിന്റെ പേരെന്താ? നിങ്ങൾക്കും ദേഷ്യം വരും. മണ്ടനെ പോലെ ചെയ്യരുത്, മണ്ടനെ പോലെ കളിക്കരുത്, കൊന്നുകളെ ഞാൻ. സാർ, നിങ്ങളൊരു കോളേജ് ലെക്ചററാ. എത്രയോ നല്ല കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അത്രയും വലിയ നിലയിലുള്ള നിങ്ങള് ഇങ്ങനെ വൃത്തികെട്ട ഒരു കണ്ടീഷൻ ഇടുന്നത് ഒട്ടും ശരിയല്ല. പോലീസിനെ വെച്ച് ഭീഷണിപ്പെടുത്തി ഞങ്ങൾ അങ്ങോട്ട് വരുത്തി. ഇവിടെ വന്നിട്ട് ഞങ്ങൾ അപമാനിക്കാൻ ശ്രമിക്കാണോ? ഐ വിൽ സീ യു ഓൾ ഇൻ കോർട്ട്. ചേച്ചി, ഈവനോടൊന്ന് സംസാരിക്കണ്ടേ ചേച്ചി? തനിക്ക് നാണമില്ലടോ, താൻ കോർട്ടിൽ പോടോ.
പക്ഷെ കോളേജ് ചെല്ലുമ്പോ ക്ലാസ്സിൽ നിന്ന് പിള്ളേർ വിളിച്ച് പറയും കൺട്രി ആശീർവാദം എന്ന്. അപ്പൊ താൻ അങ്ങോട്ട് പോകും. അതാണ് ഈ ഷോയുടെ പവർ, ചേച്ചിയുടെ പവർ. Will you shut your unbrushed mouth? ഓഹോ, I will see you in Supreme Court. സാർ ആദ്യം അങ്ങോട്ടേക്ക് ചെല്ലേ. അവിടെ കണക്കുള്ളിൽ രാമസ്വാമി ഒരുത്തനുണ്ട്. ഞങ്ങൾ അയാളെ വെച്ച് ഡീൽ ചെയ്യാം. മിണ്ടാതിരുന്നില്ലെങ്കിലേ വലിച്ചെറിയും ഞാൻ നിങ്ങളെ. ഇയാള് പറഞ്ഞു കേട്ടില്ല ഇരിക്കടാ, ഇരിക്കാനാ പറഞ്ഞ. സാർ, ഇത് ധർമ്മത്തിനും അധർമ്മത്തിനും ഇടയിലുള്ള പോരാട്ടമാണ്. ഇവിടെ ധർമ്മം തന്നെ ജയിക്കണം. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കാം, അല്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കോ. ജീസസ്, അങ്ങ് ഇവിടെ വന്നാലും ക്ഷമ നഷ്ടപ്പെടും. നീ പറഞ്ഞു കുമാറേ. എന്റെ ഫുൾ ഫാമിലിനെ ക്രിസ്ത്യനായിട്ട് മാറാൻ പറഞ്ഞതിലും ഞാൻ സഹിക്കും. അതെങ്ങനെയാ സാർ എന്റെ ഫാമിലിയിൽ എല്ലാരും ക്രിസ്ത്യനായിട്ട് മാറാൻ പറയുന്നത്? ഞാൻ വായോണ്ടെന്ന് ഒരു വളിച്ച് കോമഡി പറഞ്ഞ അയാൾ എന്നെ ചിരിക്കുമായിരുന്നു ചേച്ചി. അതാ സഹിക്കാൻ പറ്റാത്തത്. അയ്യോ, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇത്ര വൃത്തിയുടെ തമാശ പറഞ്ഞ് ഇവരെ നീ വെറുതെ വിട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്? മിണ്ടാതിരിക്കട മരം മണ്ട. കണ്ടില്ല ചേച്ചി, അതൊന്നിനും കൊള്ളാത്തൊരു ജോക്കാണെന്ന് എനിക്ക് മനസ്സിലായി ബാലാജി. ചിരിക്കാൻ പറ്റിയില്ല, വിട്ടേക്ക്, നിന്റെ വിധിയാ. ഈ പാല് വഴിയുന്ന മുഖത്തേക്ക് പാല് വഴിയുന്ന മുഖാണെങ്കിൽ കാപ്പി ഉണ്ടാക്കി കുടിച്ചോളൂ. സാറേ, ഞാൻ പറഞ്ഞില്ല ചേച്ചി, സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോഴാ വളിച്ച കോമഡി ചളി പറഞ്ഞ അയാൾ തന്നെ ചിരിക്കുന്നത്. ഈ വളിപ്പം കോമഡിയൊക്കെ പിന്നെ പറയാം സാറേ. നിങ്ങളുടെ തീരുമാനം എന്താന്ന് പറയൂ സാർ, പ്ലീസ്. എന്താ നിങ്ങൾ തീരുമാനം പറയൂന്ന് പറഞ്ഞു? ഞാൻ എന്താ അവന് വീടുണ്ടാവണം, ബംഗ്ലാവ് ഉണ്ടാവണം, കോടി കാശിനാവണം ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. അവര് പ്രേമിച്ചു, കല്യാണം കഴിപ്പിച്ചു കൊടുക്കാന്നും പറഞ്ഞു. പക്ഷേ എന്റെ മോള് ക്രിസ്ത്യൻ കുടുംബത്തിൽ ചെന്ന് ജീവിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവരുടെ കുടുംബത്തെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറണമെന്ന് പറഞ്ഞത്. ഇതൊരു തെറ്റാണോ? തെറ്റാണ് സാർ. കുടുംബത്തിലാവും ഒരുത്തം മാത്രമേ ഉള്ളൂ. അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേട്ടത്തി, ചെറിയച്ഛൻ, ചെറിയമ്മ എത്ര പേരുണ്ടാവും? അങ്ങനെ എത്ര കുടുംബക്കാരുണ്ടാവും? അത്രയും പേരും ക്രിസ്ത്യാനായി മാറിയാലേ കല്യാണം നടക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ സാറേ? ഇതിൽ തന്നെ എത്ര പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും നിങ്ങൾക്ക് അറിയോ സാറേ? മനസ്സിലാക്ക് സാറേ, മനസ്സിലാക്ക്. ആ ശരി കുമാറേ, ഒരു പക്ഷേ അദ്ദേഹം മനസ്സ് മാറി. അദ്ദേഹത്തിന് മോളെ നിനക്ക് കെട്ടിച്ചു തന്നാ നീ നന്നായി നോക്കുവോ? തങ്ക കട്ടി പോലെ പൊന്നുപോലെ നോക്ക്. തങ്കക്കട്ടി. ഒരു ഗ്രൗണ്ട് സ്ഥലം വാങ്ങി ആദ്യം വീട് വെക്കാൻ നോക്കടാ, പിന്നെ പൊന്നുപോലെ നോക്കാം. സാറേ, നിങ്ങളുടെ മോനെ അവൻ തങ്കക്കട്ടി പോലെ നോക്കും സാറേ, ഞാൻ ഗ്യാരണ്ടിയാ സാറേ. സാറേ, ആശീർവാദം എന്നല്ലേ നിങ്ങളുടെ പേര്? രണ്ടുപേരെ ആശീർവദിക്ക് സാറേ. സാർ, ഇങ്ങോട്ട് നോക്കിയേ. ഒരൊറ്റ തവണ നിങ്ങളുടെ വാഗൊണ്ട് അവനെ മരുമകനേന്നൊന്ന് വിളിക്ക് സാറേ. ഞാൻ വേണമെങ്കിൽ ആദ്യം അദ്ദേഹത്തെ അമ്മാവാന്ന് വിളിച്ചോട്ടെ. ഇടയ്ക്ക് കയറി നശിപ്പിക്കാതെ അദ്ദേഹം ആദ്യം വിളിക്കട്ടെ. സാർ, സാർ പ്ലീസ് സാർ, കണ്ണിലൂടെ വരുന്നുണ്ട് സാറേ, അത് വായിലൂടെ പുറത്തു വന്നാലേ ഫുൾഫിൽ ആവൂ സാറേ. പ്രാർത്ഥിച്ചോ സാറേ, എല്ലാ ദൈവങ്ങളും ഒന്ന് പ്രാർത്ഥിച്ചോ. ശരി മാഡം, നിങ്ങൾ എത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? പറയൂ സാറേ. ഇപ്പോഴാണ് മേലേന്ന് ഫോൺ വന്നത്. ലവ് എപ്പിസോഡ്സ് 20 ചെയ്തിട്ടുണ്ട്. പിരിച്ചു വെച്ചത് 18, ചേർത്ത് വെച്ചത് 2 ആ 2 എപ്പിസോഡും ആരും കണ്ടിട്ടില്ല. പിരിച്ചു വെച്ച 18 സൂപ്പർ ഹിറ്റായത്. TRPയും കൂടി. എല്ലാവരും ആകാംക്ഷയോടെ കണ്ടിട്ടുമുണ്ട്. അതിന് എത്രയും പെട്ടെന്ന് ഒരു കൈബോം പറഞ്ഞ് രണ്ടുപേരെയും പിരിച്ചു വിട്ടേ. അയ്യോ, ജസ്റ്റ് ഒരു സ്മോൾ ടെക്നിക്കൽ പ്രോബ്ലം. അതുകൊണ്ടല്ല ശരിയാവും. എന്താടോ ഇത്? ഇതൊരു തൊഴിൽ ധർമ്മമല്ല. സ്വിച്ച് ഇടുന്ന പോലെയാണോ മാറ്റം പറയുന്നത്? അയ്യയ്യയ്യേ, എന്താ ഇത്? ബീച്ചിൽ നിനക്കൊരു ബീച്ചിൽ പോയി എന്താടോ ഈ പറയുന്ന? പിള്ളേര് തൃശ്ശൂരിലല്ലേ പഠിക്കുന്നത്? തൃശ്ശൂരിൽ വാങ്ങിച്ചോ? തൃശ്ശൂരിൽ വാങ്ങട്ടെ. സത്യാ പറയുന്നേ. തരുന്ന ശമ്പളത്തിന് പണിയെടുക്കാൻ പറയുന്നു. ഓക്കെ, പിന്നെന്താ? രണ്ടുപേരും പിരിച്ചു വെച്ചിട്ട് നിന്റെ പണി ചെയ്യാൻ നോക്ക്. ഓക്കെ. മാഡം, സാർ വേണ്ട, ചാടി കയറി ഒന്നും പറയല്ലേ സാർ. പ്ലീസ് റിലാക്സ്. ചാഞ്ഞോളൂ. അങ്കിൾ എന്തോ പറഞ്ഞു വരുമ്പോ ചേച്ചി ഇങ്ങനെ. ഞാൻ വരുന്നു ബാലാജി. ഓക്കെ ചേച്ചി. കുമാറേ, ചേച്ചി, ഞാൻ എന്താ പറഞ്ഞു വന്നത്? എവിടെയോ വിട്ട്? മരുമോനെ എന്ന് വിളിക്കാൻ സാറോട് പറഞ്ഞു. അമ്മാവൻ പറയുന്നില്ല, അതുകൊണ്ട് ഞാനെങ്കിലും പറയട്ടെ. എന്തിനാടാ വാടാ മരുമോനെ എന്തിനു വിളിക്കണം? ചേച്ചി, എന്താ ഇതൊക്കെ? ഇത്ര സമയം നന്നായിട്ടാണല്ലോ സംസാരിച്ചത്. പെട്ടെന്ന് എന്താ ഇങ്ങനെ മാറ്റി സംസാരിക്കുന്നത്? എന്തോ എത്ര ചേച്ചി നാടാ വിളിക്ക? ഞാനൊരു പ്രോഗ്രാമിന്റെ ആങ്കറാ. ഡീസന്റ് ആയിട്ട് മാം എന്ന് വിളിക്ക്. കോൾ മീ മാം. ചേച്ചി, മാം. ചേച്ചി. ശരി കുമാറേ, അയാളുടെ മോളെ അയാൾ എന്തുകൊണ്ട് നിനക്ക് ഇടിച്ചു തന്നില്ല? പുള്ളിക്കാരല്ലേ എന്റെ മൊത്തം ഫാമിലി ക്രിസ്ത്യനായിട്ട് മാറുമെന്ന് പറഞ്ഞത്. അതിന് ഞാൻ സമ്മതിച്ചില്ലല്ലോ. ശരി പോട്ടെ. നീ ക്രിസ്ത്യനായി മാറണ്ട. നിന്റെ കുടുംബത്തിൽ ആരും ക്രിസ്ത്യാനായി മാറണ്ട. അതെ സാർ, എനിക്ക് അറിയാം സാർ. സ്വന്തമായിട്ട് കാറുള്ള, സ്വന്തമായിട്ട് വീടുള്ള, സ്വന്തമായിട്ട് ലക്ഷക്കണക്കിന് ബാങ്ക് ബാലൻസ് ഉള്ള ഒരാൾക്കേ തന്റെ മോളെ കെട്ടിച്ചു കൊടുക്കൂന്നുള്ള അതിന്റെ ലക്ഷ്യം. അദ്ദേഹം പ്രതീക്ഷിക്കുന്ന ഏതെങ്കിലും ഒരെണ്ണം നിന്റെ കയ്യിലുണ്ടോ? ഇല്ല മാം. ഇല്ലല്ലോ.
അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മോളെ അദ്ദേഹം നിനക്ക് കെട്ടിച്ച് തരാത്തത്. വെരി ഗുഡ്. ഇപ്പോഴാ എന്റെ പോയിന്റിലേക്ക് വന്നത്. അല്ല എന്തോട് നടക്കുന്നത്? ആദ്യം സെറ്റാക്കി തരാന്ന് പറഞ്ഞിട്ടില്ല ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഇപ്പൊ പിരിച്ചുവിടുവാണോ? അല്ല അറിയാത്തോണ്ട് ചോദിക്കുക. എന്തൊക്കെയാ നിങ്ങൾ സംസാരിക്കുന്നത്? മോനെ, ഇവള് തന്നെ ബോംബ് വെക്കി ഇവള് തന്നെ എടുക്കുകയും ചെയ്യും. ഞാൻ നിങ്ങൾ രണ്ടുപേരും കൂട്ടിക്കൊണ്ട് രജിസ്റ്റർമാരെ കളിയാ. നിങ്ങൾ രണ്ടുപേരും മേജറാണ്. മേജറാണെങ്കിൽ അവനോട് പോയി മിലിറ്ററിയിൽ ചേരാൻ പറ. വെള്ളയിട്ട് പിശാച്ച് തന്നെ കൊണ്ട് ബ്രാഹ്മണാശം തുടങ്ങി. പിന്നെ അവിടെയും ചേർക്കില്ലല്ലോ. കൊന്നുകളെ ഞാൻ. ബാലാജി, മേജർ ബാലാജി, പ്ലീസ് ക്ഷമിക്ക്. ആ കുട്ടിയോട് ചോദിക്കാം. മോളെ നാൻസി, എന്റെ കണ്ണിലോട്ടൊന്ന് നോക്ക്. ഇത്രയും നടന്നതിന് ശേഷം ഇവനെ തന്നെ വേണോ നിനക്ക്? പറയേ നാൻസി, ഒന്ന് പറ നാൻസി. നീ ഇവന്റെ മുഖത്തോട്ട് നോക്കിയേ. നിന്നോടുള്ള പ്രണയം കാണുന്നില്ലേ? നീ പറഞ്ഞു മോളെ. എനിക്ക് കുമാരനെ കല്യാണം കഴിക്കണ്ട. ഞാൻ എന്റെ അച്ഛൻ പറയുന്ന പോലെ കേട്ടോളാം. കേട്ടല്ലോ, നിന്നെ കല്യാണം കഴിക്കാൻ ആ പെൺകുട്ടിക്കും ഇഷ്ടമല്ല, അവളുടെ അച്ഛനും സമ്മതമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്ത് വൃത്തികേടനാടാ ഞങ്ങളുടെ സമയം വെറുതെ കളയുന്നേ. എന്ത് വൃത്തിയായിട്ടെന്നോ? ആദ്യം ചേച്ചി ചേച്ചിന്ന് വിളിക്കാൻ പറഞ്ഞു, പിന്നെ മാം എന്ന് വിളിക്കാൻ പറഞ്ഞു. ആദ്യം സെറ്റാക്കി തരാന്ന് പറഞ്ഞു. ഇപ്പൊ പിരിച്ചു വിടുന്നു. എന്നോട് ഉറക്കെ സംസാരിച്ചിട്ട് ഫോണിൽ ആരോടോ മുഴുമുഴുക്കുന്നേ? ആ നീർക്കോലിയോട് പറഞ്ഞാ ഇറങ്ങി വാടാ അങ്ങോട്ട്. ടിഫിൻ മേടിച്ചു വെക്കാൻ പറഞ്ഞല്ലോ, വെച്ചോ? ആരാടാ നീ? ഞങ്ങളൊക്കെ പൊട്ടന്മാരാണെന്ന് കരുതി നീ. ആളിയാ നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കുക? വന്നങ്ങോട്ട് കേറ്. ഈ ഒരു ചേച്ചിയാണോടി ആന്റി മേക്കപ്പ് ഇട്ടിട്ട് നാട്ടുകാരെ പറ്റിക്കുന്നു. അയ്യോ, എന്നെ അടിക്കുന്നു. എന്നെ അടിക്കാൻ ധൈര്യം എടുത്ത് നിനക്ക്. അയ്യോ, ഇല്ലാത്ത തരണം വെച്ചിരിക്കുക. വിടാനാണോ പറഞ്ഞത്? നോക്കിക്കോ. പോയില്ലാണോ? പ്രോഗ്രാം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് സ്പോൺസേഴ്സിന്റെ പേരൊക്കെ പറ. അതൊക്കെ പറഞ്ഞാലേ കായ് കിട്ടും. റെഡിയാ. പോപ്പുലർ പപ്പടം. കൊറിയൻ കുരങ്ങിനെ പിടിച്ചോണ്ട് പോ. എടോ താനൊക്കെ നിന്റെ കഴിവിന് ഒരു അറ്റമില്ല. TRPക്ക് വേണ്ടി അവരെ പിരിച്ചു വെക്കുന്ന ഒരു വാക്കേ പറഞ്ഞുള്ളൂ. പിരിച്ച് നശിപ്പിച്ചേളന്നല്ലോ സാറേ. തൃശ്ശൂരിൽ ഒരു ഫ്ലാറ്റ് എന്ന് വെച്ചാൽ വെറുതെയാണോ സാറേ? കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിത്തരാന്ന് നിങ്ങൾ ഒരു വാക്ക് പറയും സാറേ. നിങ്ങളുടെ കുടുംബത്തെ ഞാൻ പിരിച്ചു തന്നേക്കാം. തമാശ മോശമായിരുന്നല്ലേ? ഹായ് ഫൈ. വാ. നിന്നെ ആൻസിക്ക് മാറുന്ന പോലും പറഞ്ഞു കളഞ്ഞല്ലോടി. ഭ്രാന്തനെ പോലെ അഭിനയിച്ച ഞാൻ അതിനെ വെറുതെ തോന്നുന്നുണ്ടോടാ. ഏതൊക്കെ കാരണം കൊണ്ട് ലവ് പിരിച്ചുവിടുന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ചാനൽ TRPക്ക് വേണ്ടി പിരിച്ചുവിട്ടത് എന്റെ പ്രണയാടാ. എന്ത് വൃത്തിയായിട്ട പണിയാടാ ഇതൊക്കെ.